ചോക്ലേറ്റ് ഇല്ലാണ്ട് ചോക്ലേറ്റ് പുഡിങ്ങോ? തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിച്ച് കാണും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടീസ്പൂണോളം കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂണോളം കോൺഫ്ലോറാണ്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അത് നല്ല പേസ്റ്റ് പോലെ ആക്കണം. ഒട്ടും കട്ട കെട്ടാതെ ഒരു വിസ്ക് ഉപയോഗിച്ചോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെയാക്കി എടുക്കണത്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ മധുരത്തിന് നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മധുരം ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാവണ വരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇത് കൈവിടാതെ തന്നെ നമുക്കത് ഇളക്കി കൊടുത്ത് പഞ്ചസാരയെല്ലാം നമുക്ക് അലിയിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടില്ലേ, ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ സമയത്ത് തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി തീയൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാക്കി കുക്കിങ്ങൊക്കെ നടക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ആ മിക്സ് അതിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് നമ്മളിതുപോലെ കുറുക്കിയെടുക്കണം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ട നമ്മുടെ കൂട്ട് ഇവിടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കല്ല, എന്നാൽ നല്ല ലൂസും അല്ല, ഒരു സെമി ഇതിൽ നിൽക്കണം. ഇത് തണുക്കും തോറും കുറച്ചും കൂടെ ഒന്ന് കട്ടയായിട്ട് വരും. പിന്നെ നമ്മൾ കുറച്ച് ബട്ടർ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് 3 തുള്ളി വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. അത് ടേസ്റ്റിന് വേണ്ടി നമ്മൾ ചേർക്കുന്നതാണ്. പിന്നെ ഒരു ബട്ടറൊക്കെ തേച്ച് വെച്ച ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ച് വെച്ച് നമ്മളത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്താണിത്. കണ്ടോ, നമ്മുടെ സൈഡൊക്കെ അതേ ഇപ്പോൾ വിട്ട് വരുന്നുണ്ട്. നമ്മുടെ പുഡിങ് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. കണ്ട, നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അത് കിടന്ന് ഡാൻസ് കളിക്കണണ്ട. അപ്പോൾ അടിപൊളിയാണിത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്